ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ BJPയുടെ ഭരണം അവസാനിപ്പിക്കണം, നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം, RSSൻ്റെ ഫെൻസി ട്രെയിനിങ് അവസാനിപ്പിക്കണം. അതാണ് ഇലക്ഷൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇന്ത്യൻ എന്ന ആശയത്തിൻ്റെ ഔപചാരികമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഡോക്ടർ അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ കഴിയണം. ഇതാണ് എൻ്റെ അഭിപ്രായം. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വീണ്ടും വന്നാൽ ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും, ഭരണഘടന അട്ടിമറിക്കപ്പെടും. അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമായിരിക്കും. ആ ആപത്ത് ഒഴിവാക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ലോകത്ത് ഇതുപോലെ ഭരണഘടന ഒന്നുമില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും മൗലികാവകാശങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്ത് സംരക്ഷിക്കപ്പെടാവുന്ന മൗലികാവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവർക്കും തുല്യത, നിയമത്തിൻ്റെ മുമ്പിൽ തുല്യത, സാമ്പത്തിക സമത്വം, എല്ലാവർക്കും നീതി, അത് സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, പൗരാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ ചില അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. മറ്റു പ്രത്യേകത, നാനാത്വത്തിൽ ഏകത്വം, ഡൈവേഴ്സിറ്റി ഉറപ്പു നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഏകത്വമല്ല, ഏകത്വം അടിച്ചേൽപ്പിക്കുന്ന ഭരണഘടന അല്ല ഇന്ത്യ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഇറ്റ്സ് എ യൂണിയൻ ഓഫ് ഇന്ത്യ, ഒരു ഫെഡറേഷനാണ്. ഇതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കും. അതാണ് ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ. 3ാമത്തെ പാർട്ടിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഭരണഘടനയുടെ 2ാമത്തെ പാർട്ടിലാണ് സിറ്റിസൺഷിപ്പിനെ പറയുന്നത്. ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും, ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ എല്ലാവർക്കും ജാതിഭേദം മതഭേദമില്ലാതെ പൗരത്വം വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മതം ഒരു ഘടകമല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ 5ൻ്റെ പാർട്ടാണ്. പിന്നെ സ്വതന്ത്രമായ ജുഡീഷ്യറി, സ്വതന്ത്രമായ ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു. ഞാനിവിടെ സംസാരിക്കുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ വായിച്ചിരുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ഏറ്റവും വാചാലമായി സംസാരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്നും അദ്ദേഹം സംസാരിക്കാൻ കേട്ടു, ഭരണഘടന സംരക്ഷിക്കണം, പൗരത്വ നിയമം അവസാനിപ്പിക്കണം. ഇത്രയും അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഭരണഘടന എങ്ങനെ ഉണ്ടായി? ഈ ഭരണഘടന ഉണ്ടാക്കിയതാരാണ്? ഇന്ത്യയുടെ വിഭജനം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ ഭരണഘടനാ സമിതി രൂപവത്കരിച്ചു. അതിനുശേഷമാണ്
ഇന്ത്യ രണ്ടായത്. പാകിസ്ഥാനുണ്ടായി. പാകിസ്ഥാനുണ്ടായപ്പോൾ ജിന്നയുടെ അനുയായികൾ, പാകിസ്ഥാൻ അനുയായികൾ ഭരണഘടനാ സമിതിയിൽ നിന്നും പോയി. പിന്നത്തെ അവശേഷിച്ച ഭരണഘടനാ സമിതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിർണായകമായ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് പറയുന്ന അഭിപ്രായങ്ങൾ മാത്രം നടപ്പാകുന്ന ഭരണഘടനാ സമിതിയാണ് പാകിസ്ഥാനോട് അതിനുശേഷം അവശേഷിച്ചത്. ഈ ഭരണഘടന ഉണ്ടാക്കിയതിൻ്റെ അവകാശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രം. മറ്റാർക്കും അവകാശമില്ല. പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വലിയ വിവാദമുണ്ടായി. ഹിന്ദു മഹാസഭയാണ് നയിച്ചത്. അവർ പറഞ്ഞു പാകിസ്ഥാൻ ഉണ്ടായി, പാകിസ്ഥാൻ മത രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഉണ്ടായ സ്ഥിതിക്ക് ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണമെന്നാണ് അന്ന് ഭരണഘടനാ സമിതിക്കകത്തും പുറത്തും ഹിന്ദു മഹാസഭയിൽ അവരെ പിന്നാങ്ങുന്നവരും ബാധിച്ചത്. മഹാത്മാഗാന്ധി പറഞ്ഞു, നടക്കില്ല, ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനാകാൻ പറ്റില്ല. ഇന്ത്യ മതത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രമാകാൻ പറ്റില്ല. ഇന്ത്യക്കാരുടെ എല്ലാം അവകാശപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. മതമല്ല മാനദണ്ഡം. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും മതമേതായാലും ജാതി ഏതായാലും പ്രദേശമേതായാലും അവർക്കെല്ലാം തുല്യത വേണം, തുല്യാവകാശം വേണം. അത് ഗാന്ധിയുടെ നിലപാടായിരുന്നു. ആ ഗാന്ധിയുടെ നിലപാടാണ് നെഹ്റു ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്. അതിനെ ഡോക്ടർ അംബേദ്കറും പിന്താങ്ങി. അങ്ങനെയാണ് പാകിസ്ഥാനുണ്ടായ സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ ഭരണഘടനാ സമിതി നിരാകരിച്ചത്.